അല്ല ഇതെന്താണെന്നല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് ട്രെൻഡിങ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സോയിൽ ക്ലേ തന്നെയാണ് എൻ്റെ ഉദ്ദേശം. ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് തന്നെയാണ് കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട്. അതിനുശേഷം കമ്പോ കയ്യോ വെച്ച് എന്തായാലും നമ്മളൊന്ന് അലിയിച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ വെള്ളത്തിൽ പുല്ലോ പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊങ്ങി വരും. അത് നമ്മളൊന്ന് എടുത്ത് കളയുക. അതിനുശേഷം നമ്മൾ അരിച്ചെടുക്കേണ്ട ശ്രദ്ധയ്ക്ക് നമ്മൾ കുറച്ചായിട്ട് ഒഴിക്കുന്ന സമയത്ത് ഇത് കണക്ക് കുറ്റി പുല്ലുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെറിയ കല്ലും ഈ കട്ട പിടിച്ച മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. നമ്മൾ 3 വട്ടം, ഞാനിവിടെ 3 വട്ടം അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര വട്ടം അരിച്ചെടുക്കുന്നോ അത്രയും നമ്മുടെ സോയിൽ ക്ലേക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് നമുക്ക് തോന്നിക്കും. ഞാനിവിടെ 3 വട്ടം അരിച്ചെടുത്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനത് 4 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മാക്സിമം ഒരു 3-4 മണിക്കൂർ വെച്ചിരുന്നാൽ മതി. ഞാൻ രണ്ടാമത്തെ വെള്ളം അരിച്ചെടുത്തപ്പോൾ തന്നെ എനിക്ക് ക്ലേ ഈ ബക്കറ്റിൻ്റെ അടിയിൽ നിന്ന് അടിഞ്ഞു കൂടാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ക്ലേ ഞാൻ 3ാമത്തെ പ്രാവശ്യം അരിച്ചെടുക്കുകയാണ്. അടിച്ചെടുത്തതിന് ശേഷം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു 3-4 മണിക്കൂർ വെക്കണമെന്ന്. എന്നിട്ട് ഒരു നനഞ്ഞ തുണി വെച്ച് നമ്മളതിനെ മറച്ച് വെച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ക്ലേ അടിഞ്ഞു കൂടിയിട്ട് വാട്ടർ നമുക്ക് തെളിഞ്ഞ് കാണാം. അത് നമ്മൾ മഗ്ഗോ ഗ്ലാസ്സോ വെച്ചിട്ട് ആ വെള്ളം നമ്മൾ റിമൂവ് ചെയ്ത് കളയുക. അതിനുശേഷം ലാസ്റ്റ് വരുന്നതിന് ഒരു സ്പോഞ്ചോ വെച്ചിട്ട് നമ്മൾ വെള്ളവും കൂടെ കളയുക. എന്നിട്ട് അതിനുശേഷം നമ്മൾ കിഴി കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. കിഴി കെട്ടി വെക്കുന്നത് ബാക്കി എന്തെങ്കിലും വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഈ കിഴി കെട്ടുന്ന സമയത്ത് നമുക്ക് ആ വാട്ടറിൻ്റെ കണ്ടൻറ്റ് പോകാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ വെയിലത്തിട്ട് ഉണക്കരുത്. ഉണങ്ങിക്കഴിഞ്ഞാൽ ക്രാക്ക് വീഴാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഈ പീൽ ഓഫ് ചെയ്യുന്നത് നല്ല സാറ്റിസ്ഫാക്ഷൻ നിറഞ്ഞ ഒരു പ്രോസസ്സാണ്. പിന്നെ നമ്മൾ എത്രത്തോളം കുഴയ്ക്കുന്നോ അത്രത്തോളം നമ്മുടെ ഈ ഒരു സോയിൽ ക്ലേയുടെ സോഫ്റ്റ്നെസ് അതിനകത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ കുഴയ്ക്കുക. പിന്നെ ഇത് വെച്ച് എന്തുണ്ടാക്കണമെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. നല്ല രീതിയിൽ നമുക്ക് സോയിൽ ക്ലേ കിട്ടിയിട്ടുണ്ട്.